ഈ സാരിയെ എന്താണ് യുണീക്ക് ആക്കുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസിൻ്റെ ലുക്കാണ്. ഇറ്റ്സ് സോ ഗുഡ്. ദ കോമ്പിനേഷൻ വർക്ക് സോ വെൽ ടുഗെദർ. അപ്പോൾ ഇത് ഫുൾ ടസറിൻ്റെ അകത്ത് സ്ട്രൈപ്പ് വന്നിട്ടുള്ള ബ്ലൗസാണ് നമ്മളിതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതൊരു ലോട്ടസ് പ്രിൻ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കുവിൻ്റെ ക്ലോസറായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡിനകത്ത് നേവിയുടെ കോമ്പിനേഷൻ വിത്ത് പിങ്ക് ലോട്ടസ് നല്ല ഒരു കോൺസെപ്റ്റാണ്. ആൻഡ് ഇതിനകത്ത് ഫുൾ പ്രിൻറ്റഡ് ഡിജിറ്റൽ പ്രിൻറ്റഡ് സാരിക്കകത്ത് നമുക്ക് ഒരു സീക്വൻസ് ഹൈലൈറ്റും കൂടെ, അത് മെഷീൻ എംബ്രോയിഡറിയിൽ ചെയ്തേക്കുന്ന ഒരു സീക്വൻസ് ഹൈലൈറ്റും കൂടെ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ പ്രിൻറ്റഡ് സാരിയാണ്. ഓൾ ഓവർ ദ സാരി വി ഹാവ് ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പാറ്റേൺ ഇൻ ദിസ് വൺ. പിയാനീസും അങ്ങനെയുള്ള ഒരു ഫ്ലോറൽ ലുക്കാണ്. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ബോർഡർ പാറ്റേണും നല്ല രസമായിട്ട് ഒരു സെറി മൾട്ടിപ്പിൾ സ്ട്രൈപ്പ്, അതും ഒരു അൺഈവൻ ഫീലിങ്ങിൽ സ്പേസിങ്ങിൽ വന്നിട്ടുള്ള സെറി സ്ട്രൈപ്പാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇറ്റ് ബ്ലെൻഡ്സ് ഇൻ സോ വെൽ. ആ ചിക്കു ഷെയ്ഡിൻ്റെ വളരെ ക്ലോസർ ആയിട്ടുള്ള ഒരു ടോണിലാണ് വന്നിരിക്കുന്നത്. പല്ലുവിൽ നമുക്ക് ഗീച്ച ഫിനിഷിംഗ് ആണ്. ഗീച്ച ടെസറാണ് അവിടെ വീവിങ് സ്റ്റൈലിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മൾട്ടി കളർ ടാസൽ ഡീറ്റെയിലിങ്ങും കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോഡിയിൽ വന്നിരിക്കുന്ന കളേഴ്സിൻ്റെ കോമ്പിനേഷൻസിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ടാസൽസ് എപ്പോഴും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ ഓഫ് എ സാരി എന്ന് ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ ലെയറിലൊക്കെ സാരി ഡ്രേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആ മൾട്ടി കളർ ടാസലൊക്കെ വരുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഈവൻ മൾട്ടി ലെയർ നോട്ടഡ് ആയിട്ട് വരുന്ന ടാസൽസ് ആണെങ്കിൽ ബോത്ത് വർക്ക്സ് വെൽ. ഈ ഒരു സാരിക്ക് എന്തായാലും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ടാസൽസ് ആൻഡ് ദാറ്റ് ടു ലോങ് ആയിട്ട് വന്നിരിക്കുന്ന ടാസൽസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് യുണീക്ക് ലുക്ക്. പ്യുവർ ദേശി ടസറിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റഡ് വിത്ത് എംബ്രോയിഡറി ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസൈനർ ബ്ലൗസിൻ്റെ കോമ്പിനേഷനാണ്. RGD 350 എന്ന കോഡിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 15 അബവ് റേഞ്ച് വരുന്നത്, 15,000 അബവ് റേഞ്ചിൽ ആണ് സാരി വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇത് പ്രൈസസ് ജസ്റ്റിഫൈഡ് ആസില്ല. അപ്പോൾ ഇതേപോലെയുള്ള യുണീക്ക് ലുക്സ് കാണണമെന്നുണ്ടെങ്കിൽ വിച്ച് പേജ് ടു ഫോളോ? ലൂംസ് ഓഫ് ലക്ഷറി. ഒരു അൺഎക്സ്പെക്റ്റഡ് ലുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. ഓൾ ടുഗെദർ ഇസ് സോ നൈസ്. ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നപ്പോഴത്തേക്ക് ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഭംഗിയാണ്. മേ ബി ഞാൻ ഈ ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്തുകൊണ്ടായിരിക്കാം. ആൻഡ് ദിസ് ബ്ലൗസ് ഇസ് ഓൾസോ അവൈലബിൾ. ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. IT കോഡിലാണ് കേട്ടോ. 1000 റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് പാഡഡ് ആയിട്ട് വന്നേക്കുന്ന നീറ്റ് ബ്ലൗസസ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. എനിവേ ലെറ്റ്സ് സീ അബൌട്ട് ദി സാരി. നമുക്കിതിൻ്റെ ബ്ലൗസും ഇതിനകത്ത് ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന സാരിക്കും വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ജാംദാനി സ്റ്റൈലിൻ്റെ അകത്തൊരു ലിനൻ ഫിനിഷിൽ വരുന്ന ബ്ലെൻഡഡ് കോട്ടണിൽ വരുന്ന ലുക്കാണ്. ആൻഡ് ബ്ലൗസിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. പല്ലു പോലെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഓൺലി 1399. RP 558 എന്ന കോഡിലാണ്. ഒരു ക്രീമി ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നല്ലൊരു സ്റ്റൈൽ ലുക്കാണ് കേട്ടോ സാരിക്ക് വരുന്നത്. ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് ബോർഡേഴ്സിൽ ജോമെട്രിക് പാറ്റേൺ ബോഡിയിൽ വന്നിട്ട് നമുക്ക് ഇത് പവലൂം സാരിയാണ്. ആൻഡ് വി ഹാവ് ദിസ് ഡീറ്റെയിൽ ഇൻ ഹിയർ. കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആ ഒരു എന്താ പറയുക, ഒരു ബ്ലൂ ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്രേ ഷെയ്ഡിലെ ഡാർക്ക് അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് ആണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ വേറെ കുറച്ച് ലുക്സും കൂടെ, ചെറിയ പാറ്റേൺ വേരിയേഷൻസ് ഉള്ളതാണ് കേട്ടോ. ദിസ് ഇസ് നൈസ്. മൾട്ടി കളേർഡ് ആയിട്ടാണ് ഇത് വരുന്നത്. ബോഡിയിൽ വന്നിരിക്കുന്ന പാറ്റേൺ ഇതൊക്കെ ഉടുക്കാൻ കംഫർട്ടബിളും ആണ് കേട്ടോ. വിത്ത് ബ്ലൗസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ലുക്ക്. ജാംദാനി തന്നെയാണ് ആ ബ്ലൂ ടോണിൽ. നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എപ്പോഴും കാണുന്നതല്ല. ഉടുക്കുമ്പം സൂപ്പറായിരിക്കും കേട്ടോ. നമ്മളിത് ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിലും ഉടുത്ത് കഴിയുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ. ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. സിമിലർ ടു ദി പല്ലുവാണ്. ആൻഡ് ദ സെയിം ഡിസൈൻ. ഇത് ക്രിസ്മസ് ലുക്കിന് ആക്ച്വലി നല്ലതാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ്. നമുക്ക് ആ ഒരു ഫ്ലോറൽ അങ്ങനത്തെ പാറ്റേണിൽ നിന്ന് കുറച്ച് വേരിയേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ലുക്കിന് പറ്റുന്ന ഒരു സ്റ്റൈലാണിത്. റെഡ് ബ്ലൗസോട് കൂടിയാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ലുക്ക്. നല്ല രസമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് ലുക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ക്രിസ്മസിന് ഇത് അറൈവൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ചിലപ്പം ക്രിസ്മസ് കഴിയുമോ എന്ന് അറിയത്തില്ല. ക്രിസ്മസ് കണക്ഷൻ്റെ ഭാഗമായിട്ടല്ല, പക്ഷെ ഗുഡ് ഫോർ ക്രിസ്മസ് എന്ന് ഞാൻ മെൻഷൻ ചെയ്തതാണ്. ചെക്ക് ചെയ്യണം കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. സെയിം ബോഡിയിൽ വന്നിരിക്കുന്ന ആ ഒരു പാറ്റേണിൻ്റെ അകത്ത്
വന്നിട്ടുണ്ട്. ദിസ് ഇസ് സെയിം മെറ്റീരിയൽ ബേസ്, ആ ഒരു ലിനൻ ഫിനിഷ് ആയിട്ട് വന്നിരിക്കുന്ന കോട്ടൺ ബ്ലെൻഡഡ് ലുക്കാണ്. ദിസ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ് ഐ ഗെസ്. ഇത് ബംഗാൾ കോട്ടൻ്റെ സ്റ്റൈലാണ് കേട്ടോ. ഇത് 3499 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇത് 1399. നമ്മളിപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് അത് ആ ഒരു സെയിം റേഞ്ചാണ്. ഇത് വേറെയാണ് കേട്ടോ. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു കം ഔട്ട്. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇത് ആക്ച്വലി പവലൂം അല്ല, ദിസ് ഇസ് ഡിഫറെൻ്റ്. അതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനും വേരിയേഷൻ വന്നേക്കുന്നുണ്ട്. ഇത് കട്ടി ആൺസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല, ഇറ്റ്സ് ഗോയിങ് ബാക്ക്. ആൻഡ് ഇതിനകത്ത് മോട്ടീവ്സ് ആക്ച്വലി കുറച്ച് തിക്കറായിട്ടുള്ള ഒരു യാൺ യൂസ് ചെയ്തിട്ട് വീവിങ് പാറ്റേണിൽ വന്നേക്കുന്നത് നല്ല സാരിയാണ് കേട്ടോ. ഞാൻ ഇത് ഈ ഒരു കളക്ഷൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ല. എനിവേ ഞാനത് എല്ലാം, ഇത് ജാംദാനിയും അല്ല, ഇത് ലൈക്ക് വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. ഇത് പവലൂം സാരി അല്ല കേട്ടോ. 3499 റേഞ്ചിൽ വന്നിരിക്കുന്ന ലുക്കാണ്. ഇത് കുറച്ച് വേറെ ഒരു മെറ്റീരിയൽ എല്ലാത്തിനകത്തും വ്യത്യാസം വരുന്നുണ്ട്. ദിസ് ഇസ് ദി ലുക്ക്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് അതാണ്. ബ്ലൗസിൻ്റെ ഡീറ്റെയിലും കൂടി നമ്മൾ എഴുതിയേക്കാം കേട്ടോ. അത് സോളിഡായിട്ടാണത് വരുന്നത്, ഇൻസൈഡ് പോർഷൻ. ആൻഡ് ഉടുക്കുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്. അതും ഒരു ഗ്രേയും ഒലിവിൻ്റെ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് അതിൻ്റെ വീവിങ് സ്റ്റൈൽസ് കൊടുത്തേക്കുന്നത്. സോ ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store. സെമി സിൽക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ലുക്കാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിൽ സോബർ കളേഴ്സ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ലൈറ്റ് പാലറ്റിൽ വരുന്ന കളക്ഷൻ. പിന്നെ മെനി ഓഫ് എസ് ഡസൻ ലൈക്ക് വെരി പ്രോമിനൻ്റ് ആയിട്ടുള്ള ബോർഡേഴ്സ് അങ്ങനെ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇതിനകത്ത് ബോർഡേഴ്സ് ആക്ച്വലി ഭയങ്കര പ്രോമിനൻ്റ് അല്ലാത്ത രീതിയിൽ ആണ് അതിനകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ടോൺസ് ആണ്. ഇപ്പോൾ സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഒക്കെ കുറച്ചൊന്ന് ലൈറ്റ്ലി മേർജ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിൽ വന്നിരിക്കുന്നതാണ്. ആൻഡ് എന്നാൽ ബോർഡർലെസ് ആയിട്ടുള്ള ഒരു സ്റ്റൈലല്ലേ എന്താണ്. ആൻഡ് അതിനകത്ത് കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന ബ്ലൗസസുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഒരു സ്ലൈറ്റ്ലി യുണീക്ക് ആയിട്ടുള്ള ഒരു പാറ്റേണുമാണ് അതിൻ്റെ മിക്സ്ഡ് ആയിട്ട്. ലൈറ്റ് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഓൾട്ടർനേറ്റ് പ്ലേസ്മെൻറ്റ്സിലും ബോഡിയിലും അതുപോലെ തന്നെ സ്മോൾ ബൂട്ടാസാണ് അതിനകത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ രണ്ടിൻ്റെയും 2 പ്ലൈ ആയിട്ടുള്ള ഒരു ഫീലിലാണ് വന്നിരിക്കുന്നത്. സെമി സിൽക്ക് സാരീസാണ്. അത് നമുക്ക് അതിനകത്തൊരു ടെക്സ്ചർ വെച്ചിട്ട് ഒരു ടസറിൻ്റെ ഒരു ടെക്സ്ചർ അതിനകത്ത് കൊണ്ടുവന്നിട്ടുമുണ്ട്. ആൻഡ് നമ്മൾ ആർട്ട് സിൽക്ക് എന്നൊക്കെ പറയും, അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫാബ്രിക്കാണ്. സാരി ഫുൾ സിംഗിൾ കളറിൽ വന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ബ്ലൗസിൻ്റെ എഡ്ജിലായിട്ട് യു ക്യാൻ ഗിവ് ദിസ് ബോർഡർ, സ്ലീവ്സിൻ്റെ ബോർഡറായിട്ട് ഇത് കൊടുക്കാം. ആൻഡ് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കതിനകത്ത് വേറെ വർക്കായിട്ട് ആഡ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്കത് ടൈലേർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു നല്ലൊരു സ്മാർട്ട് ഫീൽ നമുക്കവിടെ കിട്ടുകയും ചെയ്യും. ആൻഡ് ഇപ്പോൾ ഹൈ നെക്സോ സുഹാസിനി നെക്സോ ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് പ്ലീറ്റഡ് ഡീറ്റെയിലിംഗ് അറ്റ് ദി എൻഡ്, ക്രൂ നെക്സ്, അങ്ങനെയുള്ള സിമ്പിൾ ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് വന്നിരിക്കുന്ന പാറ്റേൺസിനകത്തൊക്കെ നമുക്കത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സാരീൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിവേഴ്സ് കോമ്പിനേഷനാണ് രണ്ട് ലുക്സ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഒരു ഡസ്കി പിങ്ക് ആൻഡ് ഒരു കോമ്പിനേഷനായിട്ട് ഈ ഒരു ഗ്രീനിഷ് ബ്ലൂ ടോണും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്ലൈറ്റ്ലി ടീ അങ്ങനത്തെ ഉള്ള ഒരു ടോൺ. അതൊക്കെ ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ബേസ്റ്റിൻ്റെ പിങ്ക് അങ്ങനത്തെ ഉള്ള ഒരു ഷെയ്ഡാണ്. ഇതിനകത്ത് കുറച്ചും കൂടി പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബോർഡറിൻ്റെ ലുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആണ്. ഇതൊരു മീഡിയം വെയ്റ്റ് കാറ്റഗറിയിൽ വരുന്ന സാരീസാണ് കേട്ടോ. ആൻഡ് ഇത് ല്യൂറിക് സെറിയിലാണ് ഫുള്ള് വ്യൂ ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് പവലും സാരി ആയതുകൊണ്ട് അതിനകത്ത് യാൺസ് കട്ടാവും നമുക്ക് അതിനകത്ത് ബുട്ടാസിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക്. ദിസ് ഇസ് വൺ ലുക്ക്. ഇത് കുറച്ചും കൂടി പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ബ്ലൗസും കൂടെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. അപ്പം കളറിന് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഫേസ് ലൈറ്റപ്പ് ആവുകയും ചെയ്യും, എന്നാൽ അത് ഭയങ്കര സട്ടിലായിട്ട് നിൽക്കുകയും ചെയ്യും. ദെൻ പിസ്ത ഗ്രീൻ
പെയർഡ് വിത്ത് ഒരു ലൈലാക്ക് ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇറ്റ്സ് ടുവേർഡ്സ് ലൈലാക്കിൻ്റെ ഒരു ടോൺ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി അനിയൻ പിങ്ക്. ഐ വാസ് നോട്ട് ഗെറ്റ്, എനിക്ക് ആ ഒരു കളറിൻ്റെ പേരൊക്കെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇറ്റ്സ് അനിയൻ പിങ്ക് ആൻഡ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആൻഡ് പ്രൈസ്ഡ് അറ്റ് 3000 അബോവ് റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. റെഡി ടു ഡിസ്പാച്ച് ആൻഡ് നമുക്ക് ഈസിയാണ്, ഡ്രേപ്പ് ചെയ്യാനും ഈസിയാണ്, മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. നമുക്ക് സ്ലൈറ്റ്ലി ഡിപ്പ് വാഷ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. YNG 241 and 345.